കാർഷിക വാർത്തകൾ. പുതുവർഷത്തിൽ ഏലത്തിനും നാളികേര ഉൽപ്പന്നങ്ങൾക്കും നേട്ടം. ആലസ്യം വിട്ടുണരാതെ കുരുമുളക്, റബ്ബർ വിപണികൾ. ആഭ്യന്തര വിദേശ വ്യാപാരികളിൽ നിന്നും ഏലത്തിന് വർദ്ധിച്ച ഡിമാൻഡുണ്ടായി. പുതുവർഷത്തിലെ ആദ്യ ലേലത്തിൽ മികച്ച ഇനം ഏലയ്ക്ക വില കിലോ 4000 രൂപയായി കുതിച്ചു കയറി. ശരാശരി ഇനങ്ങൾക്ക് 3000 രൂപ. ലേലത്തിനെത്തിയ 37,116 കിലോയിൽ 36,975 കിലോയും വിറ്റുപോയി. സംസ്ഥാനത്ത് നാളികേരോൽപ്പന്നങ്ങളുടെ വില വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഉയർന്നു. കൊപ്രയാട്ട് മില്ലുകാർ വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ നീക്കം നടത്തി. ഇത് കാരണം വെളിച്ചെണ്ണയുടെ വിലയും കൂടി. കൊച്ചിയിൽ എണ്ണയ്ക്കും കൊപ്രയ്ക്കും 100 രൂപ വീതം ഉയർന്നു. തമിഴ്നാട്ടിലെ കാങ്കയം വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല. തേയില കർഷകർ പുതുവർഷത്തെ പ്രതീക്ഷകളോടെയാണ് ഉറ്റുനോക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ലേലകേന്ദ്രങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് ഒരു വർഷ കാലയളവിൽ ലീഫ് ഡസ്റ്റ് ഇനങ്ങൾ കാഴ്ചവെച്ചത്. പ്രതികൂല കാലാവസ്ഥയിൽ തേയില ഉൽപാദനം കുറഞ്ഞെങ്കിലും കയറ്റുമതി മേഖലയിൽ തിളങ്ങാൻ തേയിലയ്ക്കായി. കുരുമുളക് വിപണി അവധി ദിനത്തിന്റെ ആലസ്യത്തിലാണ്. എന്നാൽ ആഭ്യന്തര ഡിമാൻഡ് ഉൽപ്പന്ന വില തുടർച്ചയായ 2ാം ദിവസവും ഉയർത്തി. അൺഗാർബിൾഡ് മുളക് വില 100 രൂപ ഉയർന്ന് 63,400 കയറി. രാജ്യാന്തര റബ്ബർ മാർക്കറ്റുകൾ ന്യൂ ഇയർ ആഘോഷങ്ങളിൽ അമർന്നു നിൽക്കുകയാണ്. ആഭ്യന്തര വിപണിയിൽ റബ്ബറിന് ക്ഷാമം നേരിട്ടത് കണ്ട് ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില 100 രൂപ ഉയർത്തി. 19,300 രൂപയ്ക്ക് കച്ചവടങ്ങൾ ഉറപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊതുവിപണിയിൽ 22.5 ലക്ഷം ടൺ പഞ്ചസാര അനുവദിച്ച് കേന്ദ്രം. ഡിസംബറിൽ നൽകിയതിനേക്കാൾ 50,000 ടൺ കൂടുതലാണ് ജനുവരിയിലേക്ക് അനുവദിച്ചിരിക്കുന്നത്. ജനുവരിയിൽ പൊതുവിപണിയിലേക്ക് 22.5 ലക്ഷം ടൺ പഞ്ചസാരയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിസംബറിൽ അനുവദിച്ച ക്വാട്ടയേക്കാൾ 50,000 ടൺ കൂടുതലാണിത്. അതേസമയം അനുവദനീയമായതിൽ കൂടുതൽ വിറ്റഴിച്ച മില്ലുകൾക്ക് ജനുവരിയിൽ അനുവദിച്ച ക്വാട്ടയിൽ കുറവുണ്ട്. 91 മില്ലുകൾക്ക് 1.75 ലക്ഷം ടണ്ണിന്റെ കുറവാണുള്ളത്. 2024 ഒക്ടോബറിൽ ഡിമാൻഡ് കുറവായതിനാലും നിലവിലെ എക്സ്മിൽ വിലയും ആഭ്യന്തര ഡിമാൻഡ് സാഹചര്യവും അടിസ്ഥാനമാക്കി ഒക്ടോബറിൽ അനുവദിച്ച ക്വാട്ട വിൽക്കാൻ കഴിയാത്ത മില്ലുകൾക്ക് പിഴ ഈടാക്കില്ല. എന്നാൽ പതിവായി ക്വാട്ട ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം മഹാരാഷ്ട്രയ്ക്ക് 8.18 ലക്ഷം ടണ്ണും ഉത്തർപ്രദേശിന് 6.86 ലക്ഷം ടണ്ണും കർണാടകത്തിന് 4.25 ലക്ഷം ടണ്ണും പഞ്ചസാര ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെല്ല് സംഭരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. കേന്ദ്ര ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ തീരുമാനം ഉടനുണ്ടാകും. നെല്ല് സംഭരണത്തിൽ കേന്ദ്ര നിർദ്ദേശവും സംസ്ഥാനം നിയോഗിച്ച ഡോക്ടർ VK ബേബി കമ്മിറ്റിയുടെ ശുപാർശകളും സമാനമായതിനാൽ ഇത് സംബന്ധിച്ച തീരുമാനം സർക്കാർ ഉടൻ കൈക്കൊണ്ടേക്കും. നെല്ല് സംഭരണ രീതി അഴിച്ചുപണിയണം. ഏജൻസികൾ പാടത്തുപോയി വാഹനങ്ങളിൽ നെല്ല് സംഭരിക്കുന്ന രീതി അവസാനിപ്പിച്ച് പ്രാദേശിക സംഭരണ കേന്ദ്രങ്ങൾ തുറക്കണം. ഗോഡൌൺ തുറക്കാനും പരിപാലിക്കാനുമുള്ള ചെലവ് സർക്കാർ നൽകണം. അരി റേഷൻ സംവിധാനത്തിലേക്ക് നൽകുന്നതിന് പകരം കർഷകനും സംഘത്തിനും ഗുണഭോക്താവിന് യോജ്യമായ വില നിശ്ചയിച്ച് വിൽക്കാമോ എന്ന് നോക്കണം. കൃഷിക്കാർക്ക് കടത്തുകൂലി കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ഉറപ്പാക്കണം. നഷ്ടത്തിലുള്ള സംഘമാണ് പാടശേഖരത്തിന് സമീപമുള്ളതെങ്കിൽ അവർക്ക് പ്രത്യേക സഹായം വേണം എന്നിവയാണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. പഞ്ചായത്ത് തോറും സംഭരണ കേന്ദ്രങ്ങൾ നടപ്പിലാക്കുക, ഇതിന് സംഘങ്ങളെയോ കർഷകരെയോ കൂട്ടായ്മകളെയോ ചുമതലപ്പെടുത്തുക, പണം മൊത്തമായി നൽകുക എന്നിവയാണ് ബേബി കമ്മിറ്റി ശുപാർശകൾ. കൂടാതെ സർക്കാർ കണക്കിൽ 1 കിലോഗ്രാം അരിയുണ്ടാക്കാൻ 80.4 രൂപയാണ് ചെലവിടുന്നത്. വിപണി വിലയുടെ ഇരട്ടിയാണിത്. ഇത് കുറയ്ക്കണമെന്നും ശുപാർശ ചെയ്യുന്നുണ്ട്. സംഭരണത്തിന് സംഘങ്ങൾ, കൃഷിക്കൂട്ടങ്ങൾ, ലൈസൻസുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെയും പരിഗണിക്കാം. നെല്ലെടുപ്പ് മുതൽ റേഷൻ കട വരെയുള്ള നീക്കം ട്രാക്ക് ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് വെല്ലുവിളി ഉയർത്തി അമേരിക്ക. സമുദ്രോൽപ്പന്നങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ നികുതി കയറ്റുമതി മേഖലയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രധാന വിപണിയാണ് അമേരിക്ക. എന്നാൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി 5.7% ചുമത്തിയതോടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല കടുത്ത വെല്ലുവിളിയിലാണ്. ഇക്വഡോറിന്റെ വിപണി വിപുലീകരണമായിരുന്നു പ്രധാന പ്രശ്നം. ഇതോടെ അമേരിക്കൻ വിപണിയിൽ സമുദ്രോൽപ്പന്നങ്ങളുടെ ലഭ്യത വർദ്ധിക്കുകയായിരുന്നു. കൂടാതെ US ഭരണകൂടത്തിന്റെ പുതിയ തീരുവകൾ ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ US വിപണിയിൽ കടന്നുകയറ്റം നടത്തുന്നുവെന്ന ആരോപണത്തിൽ അമേരിക്കൻ വാണിജ്യ വകുപ്പ് അന്വേഷണം ആരംഭിച്ചതും വരും നാളുകളിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് കാര്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. വിപണി കടന്നുകയറ്റത്തിൽ നിയന്ത്രണം നടപ്പിലാക്കുന്നതിനായി ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും ചുമത്തും. ഇത് അമേരിക്കയിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതിയുടെ ലാഭക്ഷമതയിൽ ഇടിവുണ്ടാക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വർഷാന്ത്യ ലേലത്തിൽ തേയിലയ്ക്ക് വില വർധന. കയറ്റുമതി വിപണിയിൽ ദക്ഷിണേന്ത്യൻ തേയിലയ്ക്ക് ഡിമാൻഡ് ഏറുന്നു.
കാലാവസ്ഥാ വ്യതിയാനവും കീടബാധയും മൂലം ഉൽപാദനം ഇടിഞ്ഞത് തേയില വിലയിൽ വൻ മുന്നേറ്റത്തിന് കാരണമായി. രാജ്യത്തിലെ തേയില ഉൽപാദനത്തിൽ 120 മുതൽ 130 ദശലക്ഷം കിലോഗ്രാമിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷവും തേയില ഉൽപാദനം കുറയുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പോയ വർഷം രാജ്യത്തെ തേയില കയറ്റുമതിയിൽ മുന്നേറിയത് ദക്ഷിണേന്ത്യൻ ഇനങ്ങളാണ്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ഉത്തരേന്ത്യയിലെ വിളനാശം 58 ദശലക്ഷം കിലോഗ്രാം ആയിരുന്നപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഇത് 8 ദശലക്ഷം കിലോഗ്രാമാണ്. 2023 അപേക്ഷിച്ച് തേയിലയുടെ അളവിൽ മൊത്തത്തിൽ 6% ഇടിവിന് ഇത് കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 132, ജാതിക്ക 360, ജാതിപത്രി 1900 മുതൽ 2000 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോ പരിപ്പ് 740, കുരുമുളക് ഗാർബിൾ 65400, കുരുമുളക് അൺഗാർബിൾ 62400, ഏലക്ക 2800 മുതൽ 2900 വരെ, വെളിച്ചെണ്ണ 21900, കൊപ്ര 17000, ചുക്ക് 32500.